ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് മസാലപ്പൊടികളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഉലുവയാണ്. ഉലുവ ഒരു 100 ഗ്രാമോളം നമ്മൾ എടുത്തിട്ടുണ്ട്. 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം, അതായത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ടു ലോ ഫ്ലെയിം ആ രീതിയിൽ വെക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു മണം വരും. ചെറുതായിട്ട് ഉലുവ ഇങ്ങനെ ഒരു പൊട്ടുന്ന ഒരു പരുവം വരും. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ അത്യാവശ്യം ഒന്ന് കളർ ചേഞ്ച് ആവണം ഉലുവ. ആ സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലേക്കോ ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇനി നമ്മൾ സെയിം പാനിൽ തന്നെ, പാൻ ചെറിയൊരു ചൂടുണ്ട്, ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഇതിനകത്തേക്ക് 100 ഗ്രാം ചെറിയ ജീരകമാണ് കേട്ടോ, നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതും മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പരുവം. കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് നല്ല റോസ്റ്റായിട്ട് വരും. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു മണമൊക്കെ വരുന്നൊരു പരുവം. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടുകയൊക്കെ ചെയ്യും. ആ സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, കളർ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്, നല്ലൊരു മണം വരും. ആ പരുവത്തിൽ നമുക്ക് എപ്പോഴും നമ്മളിത് ഓഫ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലേക്കോ തട്ടി കൊടുക്കണം കേട്ടോ. ചൂടോട് കൂടി തന്നെ നമ്മൾ പൊടിച്ചെടുക്കത്തില്ല. ചെറുതായിട്ടൊന്ന് തണുത്തിട്ട്, ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ചൂടിൽ പൊടിച്ചെടുക്കരുത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചൂടേ ഉള്ളൂ. ആ ഒരു ചൂടിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉലുവയാണ് പൊടിക്കുന്നത്. ഇതുപോലെ നല്ലപോലെ എത്രത്തോളം നന്നായി പൊടിക്കാവോ അത്രത്തോളം നന്നായി പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിതൊരു ന്യൂസ് പേപ്പറിലേക്ക് തട്ടി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂട് മാറണം. ചെറിയൊരു ചൂടുണ്ടാവും. ആ ചൂട് മാറി കഴിയുമ്പോഴേക്കും നമുക്കതൊരു ടിന്നിലേക്ക് മാറ്റാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും യൂസ് ചെയ്യാതെ നല്ല ഒരു ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യാം. നല്ല ടൈറ്റായിട്ടുള്ള അടപ്പായിരിക്കണം കേട്ടോ. അതിൽ എയർ ഒന്നും കയറാതെ നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ച് വെക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ ജീരകം വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് അത് പൊടിച്ചെടുക്കാം. അപ്പോൾ അതും നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. ചെറിയൊരു ചൂടുണ്ടാവും. ഒരുപാടങ്ങ് തണുക്കാൻ നിൽക്കത്തില്ല. ഞാൻ ചെറിയൊരു ഇളം ചൂടോടുകൂടി പൊടിച്ചെടുക്കും. അപ്പം എന്താ, അതും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. നല്ല മഷി പോലെ പൊടിച്ചെടുക്കണം. എത്രത്തോളം നമുക്ക് പൊടിക്കാൻ പറ്റുമോ ആ രീതിയിൽ പൊടിച്ചെടുക്കുക കേട്ടോ. എത്രത്തോളം നന്നായിട്ട് പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു ബോട്ടിലേക്ക് മാറ്റി. അപ്പോൾ അതും അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ? അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വീണ്ടും പാൻ ഒന്ന് ചൂടാക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പെരിഞ്ജീരകമാണ്, വലിയ ജീരകം ഉണ്ടല്ലോ, അതാണ്. അതും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. പാൻ ഒന്ന് ചെറിയ ചൂടാകുമ്പോൾ വേണം ഇട്ട് കൊടുക്കാൻ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇത് നന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു മണം വരും. ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന ഒരു സൗണ്ടൊക്കെ വരും. അതുപോലെ തന്നെ കണ്ടോ, കളർ നന്നായിട്ട് ചേഞ്ച് ആകും. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് മതിയാവും, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗരം മസാലയുടെ കൂട്ടാണ്. ഞാനൊരു 50 ഗ്രാം പെരിഞ്ജീരകം എടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രാമ്പൂവിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 8 ഗ്രാമ്പൂ ചേർക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു 12 ഏലക്ക ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ സ്റ്റാർ ഉണ്ടല്ലോ, സ്റ്റാർ, ആ ഒരു ഫ്ലവർ പോലെയുള്ളത്, അത് ഞാനൊരു 2 ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരുപാട് ദിവസത്തേക്ക് അങ്ങ് പൊടിച്ച് വെക്കത്തില്ല. കാരണം നമ്മൾ ഒരുപാട് ദിവസത്തേക്ക് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണമൊക്കെ പോവും. അപ്പോൾ എന്താ, ഇതുപോലെ 2 പീസ് പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 1-2 പീസാക്കി ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിനകത്തേക്ക് സ്വല്പം ഒരു 10-20 വരുന്ന രീതിയിൽ കുരുമുളക്, 10-20 കുരുമുളക് ചേർക്കാം. ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഫ്ലെയിം അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. കാരണം ഇതെല്ലാം റോസ്റ്റായി കിട്ടണമല്ലോ. അപ്പോൾ പാൻ ഒന്ന് ചൂടായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കുക. ഞാൻ ആ പട്ടയുടെ പീസ് ഒന്നും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഒരുപാട് കൂടുതലായിട്ട് പൊടിച്ച് വയ്ക്കില്ല. കാരണം കൂടുതലായിട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും തുറക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മണമൊക്കെ പോവും. അപ്പോൾ അത്യാവശ്യത്തിന് പൊടിച്ച് വയ്ക്കുക. അത് തീരുമ്പം പിന്നെ രണ്ടാമത് പൊടിച്ച് വെച്ചാൽ മതി. അപ്പോൾ നല്ല പോലെ ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അളവങ്ങ് കൂട്ടമൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഈ ഒരളവിലാണ് പൊടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. പട്ടയുടെയൊക്കെ ഒരുപാട് മണം ഇഷ്ടമല്ലാത്തവർക്ക് പട്ടയുടെ അളവ് കുറയ്ക്കാം. ഏലക്കയുടെ അധികം മണം ഇഷ്ടമല്ലാത്തവർക്ക് ഏലക്കയുടെ അളവ് കുറയ്ക്കാം. പക്ഷേ ഇതാണ് ഒരു കറക്റ്റ് പരുവം. ശരിക്കുള്ള ഒരു മണവും ഫ്ലേവറൊക്കെ നല്ല പോലെ കിട്ടും കേട്ടോ. നല്ല ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൽ വേറെയും ഓരോന്ന് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഒരു വീട്ടിലുണ്ടായിരിക്കുന്ന സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുക്കുക. നല്ല മണമാണ് കേട്ടോ ഈ ഗരം മസാലയ്ക്ക്. അപ്പോൾ അത്യാവശ്യം നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ചേർത്തിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം.
നമ്മുടെ പെരിഞ്ജീരകം നമ്മൾ വറുത്ത് വെച്ചിരുന്നല്ലോ അതുകൂടി പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. എത്രത്തോളം പൊടിക്കാവോ അത്രത്തോളം ഫൈനായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ എല്ലാം. അപ്പം എന്താ ഇത് 4 ഇതുപോലെ, അതായത് നമ്മുടെ ഗരം മസാല, പെരിഞ്ജീരകം, ചെറിയ ജീരകം, ഉലുവ. അതുപോലെ തന്നെ ഇനി നമ്മൾ ഇതിനകത്തേക്ക് പൊടിച്ചെടുക്കാൻ പോകുന്നത് കുരുമുളകാണ്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെയുള്ള കുരുമുളകാണ് കേട്ടോ. നമ്മുടെ കുരുമുളക് എടുത്തിട്ട് ഞാൻ അതും കൂടി ഒന്ന് പൊടിച്ചുതരാം. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന മസാലകൾ ഇതെല്ലാം ആണ് കേട്ടോ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി അതുമൊക്കെ മാക്സിമം നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് തന്നെ പൊടിച്ച് വെക്കുന്നതാണ് നല്ലത്, പാക്കറ്റിൽ വാങ്ങാതെ. മല്ലിയൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കിയാൽ മതി കേട്ടോ. ഒരു 1-2 ദിവസത്തെ വെയിൽ, നല്ല വെയിലാണെങ്കിൽ ഒരു ദിവസമൊക്കെ തന്നെ മതിയാവും. അല്ലെങ്കിൽ ഒരു 2 ദിവസം വെയിൽ കൊള്ളിച്ചിട്ട് ഒന്നെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പൊടിക്കാം, അല്ലെങ്കിൽ മില്ലിലൊക്കെ കൊടുത്ത് പൊടിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടും മുളകും മല്ലിയൊക്കെ. അപ്പോൾ മാക്സിമം നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച് ഉപയോഗിക്കാവുന്ന മസാലകൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കെന്ന് പറയുന്നത് രസം, അതുപോലെ തന്നെ സാമ്പാർ പൊടി, ഇങ്ങനെയുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് മാക്സിമം വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം കേട്ടോ. അമ്മ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ അച്ചമ്മയൊക്കെ എപ്പോഴും ഓരോന്നിനുള്ള മസാലകളും സെപ്പറേറ്റ് പൊടിച്ച് വയ്ക്കുക. അതായത് മീൻ കറിക്കുള്ളത്, അതുപോലെ തന്നെ സാമ്പാർ, രസം, കടലക്കറി, മുട്ടക്കറി, ഇതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മസാലകൾ പൊടിച്ച് സൂക്ഷിക്കാറുണ്ടെന്ന് പണ്ട് കാലത്ത് നമ്മുടെ അമ്മമ്മമാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്തും ചെയ്യുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് മസാലകൾ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് വെക്കും. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. ഗരം മസാലയൊക്കെ നമ്മൾ ഒരുപാട് അങ്ങ് പൊടിച്ച് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ ഒരു മണമൊക്കെ ശരിക്കും പോകും. കാരണം നമ്മൾ എന്നും ഇത് തുറന്ന് എടുക്കുന്നതാണല്ലോ. അപ്പോൾ എന്താ നമ്മുടെ കുരുമുളക് കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. അത് വീട്ടിൽ തന്നെയുള്ള കുരുമുളകാണ് കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇത് വറുക്കൊന്നും വേണ്ട, നമ്മൾ നോർമൽ രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതും നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. കണ്ടോ, കുറച്ച് നേരം, അത്യാവശ്യം ഒരു അരമണിക്കൂർ തന്നെ വേണ്ട കേട്ടോ. നമുക്കിതെല്ലാം പൊടിച്ചേക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതെല്ലാം ഇതുപോലെ പൊടിച്ച് വയ്ക്കാൻ പറ്റും. വല്ലപ്പോഴും മാസത്തിലൊരിക്കലൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. ഉലുവയൊക്കെ കുറേ നാളിരിക്കും കേട്ടോ. നമ്മൾ നന്നായിട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വറുത്ത് പൊടിക്കുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ചീത്തയാവത്തൊന്നുമില്ല കേട്ടോ. പൂപ്പലൊന്നും പിടിക്കില്ല. നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല സ്പൂൺ നല്ല ക്ലീൻ ആയിരിക്കണം. അതായത് വെള്ളം നനവുള്ള സ്പൂണൊന്നും ഇട്ട് മസാലപ്പൊടികളൊന്നും എടുക്കാതിരുന്നാൽ മതി. അപ്പോൾ പൂത്തൊന്നും പോകത്തില്ല, കുറേ നാൾ നന്നായിട്ട് തന്നെ കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഒന്ന്, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽസിലിട്ട് വേണം ഇത് അടച്ച് വെക്കാൻ. 2, നമ്മൾ സ്പൂൺ ഇടുമ്പോൾ നല്ല പോലെ തുടച്ചിട്ട് സ്പൂൺ ഇടണം. നനവ് ഒട്ടും ഉണ്ടാവരുത്. നനവുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കേടായി പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.